ഓക്കെ, ഓവർ ഓവർ. ആ കുട്ടി വലിച്ചെറിയണ ചാവട്ടി ജോജി പറ. ആ കുട്ടി ചാവട്ടി പിടിച്ചെറിയണോ ചാവട്ടം വലിച്ചുകൊണ്ടിട. ഉണ്ണിയുടെ ഇനി 3-4 മണിക്കൂർ നേരത്തേക്ക് പേടിക്കണ്ട. കൈക്കൂലി പിരിക്കാൻ ജീപ്പ് സൈഡാക്കി കരുതി ആരും അടുക്കില്ല. നീ വേഗം SI speaking. Roadblock. Sir, we are on the base. Over. No, not a devil, don't, not an angel, don't, a man with 1,000 faces, don't. Hey, 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 don't, hey, hey, don't, yeah, shake it, bam, bam, shake it, bam, bam, shake it, bam, shake it, check it, done. No, not a devil, don't, not an angel, don't, a man with 1,000 faces. He's strong, he's mine. എന്താ എന്ത് പറ്റി? എന്ത് പറ്റിന്ന്? വെള്ളം ഇവിടെ. ഉണ്ണികൃഷ്ണ ഇവിടെ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി സാറേ. മൈ ഗോഡ്, നിങ്ങൾ എന്തിനാ ഹൈവേ വിട്ട് ഈ വഴിക്ക് വന്നത്? പാലത്തിൽ ഒരു ആക്സിഡന്റ് കാരണം റോഡ് ബ്ലോക്ക് ആയി സാർ. എടോ, അത് എന്നെ ഒന്നും അറിയിക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ വന്നപ്പോ അവന് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞ് വണ്ടി നിർത്തിച്ചാണ് സാർ. ഓ, അവൻ മൂത്രമൊഴിക്കാൻ കണ്ട സ്ഥലം ഒക്കെ കരുതിക്കുട്ടി ചെയ്ത ട്രാപ്പായി. ഇത് അവന്റെ ശബ്ദമാണല്ലോ. ഉണ്ണികൃഷ്ണ, ഉണ്ണി സാറേ, എന്താ എന്ത് പറ്റി? ആരൊക്കെയോ വന്ന് തലക്കടിച്ചതാ. ചത്തൂന്ന് കരുതി എറിഞ്ഞതായിരിക്കും. സാറുമാരുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയതാ. എന്നെ എത്രയും പെട്ടെന്ന് ജയിലിൽ കൊണ്ടേക്ക് എന്നെ രക്ഷിക്കും സാറേ. ഞാൻ പുറത്തുണ്ടെന്ന് കരുതി അവര് ചിലപ്പോ ഇനിയും വരും. എന്റെ കാര്യം നിന്റെ എവിടെ അടിച്ചു എന്നാ പറഞ്ഞ? തലക്കടിച്ചെന്നൊരു ഓർമ്മ. അവന്റെ ഒരു ഓർമ്മ. എടാ മോനെ ഉണ്ണികൃഷ്ണ, നീ നിന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ജീവിച്ചതിനേക്കാൾ കാലം എന്റെ കൂടെയായിരുന്നു. അവന്റെ ഒരു തലക്കടി. പോയി ജീപ്പേ കയറാ, വേഗം പോയി ജീപ്പേ കയറാ. പെട്ടെന്ന് നടക്കാൻ പറ്റില്ല. നല്ല അവന് തീരെ വയ്യടോ, എടുത്തൻ കേറ്റേ.
എന്റെ വയ്യായി ആട്രോ. ഇത്രയും ബന്ധവസം ഉണ്ടായിട്ടും ഇത് ചെയ്തിട്ട് ആർക്കും പിടികൊടുക്കാതെ കടന്നു കളയാനും മാത്രം ധൈര്യമുള്ള ഏത് നായിന്റെ മോൻ അവിടെ ഉള്ളതെന്ന് എനിക്കറിയണം. വീടില്ല ഞാൻ. സ്വാമിക്ക് വല്ല പൊടിയും കിട്ടണുണ്ടോ? എനക്ക് ഡൗട്ട് അവനേട്ടാ. ആരെ? അവനെ അണ്ട് ഉണ്ണിക്കിട്ടുന്നേ. അതങ്ങനെ അവന്റെ കൈ വിലങ്ങും വെച്ച് ജീപ്പ് കയറ്റി കൊണ്ടുപോകും നമ്മൾ ഈ കണ്ണുകൊണ്ട് കണ്ടതില്ലേ? വിലങ്ങും ജയിലും ഒന്നും അവന് പുരുഷല്ലേ. അവൻ വെറും കൃഷ്ണൻ കിടയാട്, മായകൃഷ്ണൻ. കൃഷ്ണൻ പുരണ്ടരേ ജയിലിലേട്ടാണ്, തെരിയുമാ? പടച്ചോനെ, അവന് ജീവനോടെ വിട്ടത് കുഴപ്പമാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാ. കണ്ണടച്ചു തുറക്കണ നേരം പോലെ വീരുന്ന് ഇവിടെ എത്താൻ. അപ്പോ ഷാരൂൺ ഭായെ കൊന്നത് അവൻ തന്നെയാണ് സ്വാമിക്ക് ഉറപ്പാണോ? ഇല്ല, എവിഡൻസ് ഇല്ല. ആണാ സംതിങ് റാങ് സംവയർ. ആരുടെയെങ്കിലും ഹെൽപ്പ് ഇല്ലാമേ അവനത് ചെയ്യാൻ പറ്റില്ല. എനിഹാവ് ഡിവൈഎസ്പി അനിരുദ്ധിനെ കൊണ്ടൊരു സീക്രട്ട് എൻക്വയറി നടത്തിയാൽ. ബട്ട് വൺ തിങ്, അവൻ തന്നെയാണ് ഷാരൂണിന്റെ കട കഴിച്ചതെങ്കിൽ അടുത്ത ടാർഗറ്റ് നമ്മളിൽ ആരെങ്കിലും ആയിരിക്കും. ഈ ഇരിക്കുന്ന സ്ഥലം ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി വെക്കണോ? കഴിഞ്ഞ മാസത്തിൽ കുറെ ദിവസം കാറ്റ് ഫാമിലായിരുന്നു പണി. കാറ്റ് ഫാമോ? ആ അതെ, ജയില് വക പശുക്കൾ നോക്കുന്ന സ്ഥലേ കാറ്റിൽ ഫാം. അത് തന്നെ. അത് ഈ കോമ്പൗണ്ടിന് പുറത്താ. പശുക്കളെ കുളിപ്പിച്ച് ചാണകം വാരി മനുഷ്യന്റെ ഉപ്പാട് വരും. എന്നാലും പുറത്തിറങ്ങി ഫ്രഷ് ആയിട്ട് ഏറ് ശ്വസിച്ച് തീവണ്ടി കയറി പോവല്ല. അതാണ് ഒരു സന്തോഷം. തീവണ്ടിയില്ലോ? പടച്ചോനെ, ഈ ജയിലിൽ വന്നിട്ട് അതൊന്നും അറിഞ്ഞൂടെ? 12 മണിക്കൊരു തീവണ്ടി ഉണ്ടായിരുന്നില്ല. അതെ, ഇത് കണ്ട ഈ പരിപാടിയായിട്ട് ഇവിടെ തീവണ്ടി കണ്ട. അതിലിങ്ങനെ ചാടി കയറുന്നിട്ട് വെള്ളത്തിൽ കളിച്ച് ടാങ്കറിലോട് അടിക്കുന്ന വെള്ളം. കിണറ്റിലെ വെള്ളം പറ്റിച്ചതും കോർപ്പറേഷൻ വക പൈപ്പ് ലൈൻ പൊളിച്ചു വിടാൻ ഓർഡർ ഇട്ടോ ഞങ്ങളല്ലല്ലോ. ആവശ്യത്തിന് വെള്ളം തന്നില്ലെങ്കിലേ ഞങ്ങൾ നീരാഹാരം കിടക്കും ഇവിടെ. ചാനലുകാരൻ പത്രക്കാരൻ വീണ്ടും വിളിച്ചു വരുത്തണ. നീ എന്റെ കൈ മേടിക്കും? കോയ കയ്യും കാലും ഒന്നും മേടിക്കില്ല. കോയ മേടിക്കണമെങ്കിലേ ഒരു ടാങ്കർ ലോറി മേടിക്കും, ഇങ്ങോട്ട് വെള്ളം അടിക്കാനായിട്ട്. എന്നാലും നീ ഇതിനകത്ത് നിന്ന് പോവല്ല. നിനക്ക് നാണമില്ലടാ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ? സാർ എത്ര വർഷം ഇതിനകത്ത് കയറി ഇറങ്ങി നടക്കുന്നത്? സാറിന് നാണാവൂലേ? പോടാ. ആ ഞാൻ പൊക്കോളാം. അവസാനം ഞാൻ ജയിലാടി എന്ന് പറയുന്നേട്ടാ. പോടാന്ന് ഒരേ മാമാര്. നിനക്കെന്തൊരു ആലോചന? കാറ്റിൽ ഫാം കോമ്പൗണ്ട് പുറത്താന്നല്ലേ നീ പറഞ്ഞ? അതെന്താടാ? കുറച്ച് ദിവസം ഡ്യൂട്ടി അവിടെ കിട്ടുമെന്ന് ആലോചിച്ച. നിന്റെ ഒരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ കയ്യിലില്ല. 3-4 കഷ്ണങ്ങൾ കൂടി ഒരു ഫോൺ ബൂത്താവും. എവിടെയത്? വാ. എന്താ ഇത്? ബാറ്ററി സിം കടന്നില്ലേ? ബാറ്ററി ഞാൻ ചാർജ് ആവാൻ വേണ്ടി വെച്ചേക്കിരുന്ന്. ചാർജ് ആയോ ആവോ? ഹലോ, കബീർ ഭായി അല്ലേ? അത് ശരി. കബീർ ഭായ്, ഉണ്ണികൃഷ്ണൻ. തിരിച്ച് ഇവിടുന്ന് പോകുന്നത് വരെ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. പോകാനുള്ള വണ്ടി ലൈൻ ഫോളിനാകുന്നതിന് മുമ്പ് തിരിച്ചിങ്ങ് എത്തണം. ഇല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് ചെയ്തു വെച്ച സെറ്റപ്പ് എല്ലാം പൊളിയും. പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. ജീവനുണ്ടെങ്കിൽ ഞാനിവിടെ എത്തും. എത്തിയില്ലെങ്കിൽ എന്റെ ജീവൻ ഏമാമാരെടുക്കും. കാത്തോണേ.
സണ്ണി ഒരു ദാക്ഷിണ്യം വേണ്ട. സുലൈമാൻ ബാബ ആരാണെന്ന് ഈ പോർട്ട് മുഴുവൻ അറിയണം. കേട്ടല്ലോ? അത് പിന്നെ എനിക്കൊന്നും കേൾക്കണ്ട. പിരിവ് തരാത്ത ഒരൊറ്റ ഒരുത്തിനെ വെറുതെ വിടണ്ട. അടിച്ച് നിരപ്പായി. ആ കബീരെ, ഇയാളോട് പോയി. കബീരെ, ഓ താനിത് എവിടെയായിരുന്നു? ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ പോയതായിരുന്നു. അവരോട് ചെന്ന് കളക്ഷൻ എടുത്തോണ്ട് വാ. പങ്ങി പതുങ്ങി മാറി എന്നാലേ മൂത്രമൊഴിക്കാൻ പറ്റാണ്ട് ആകെ ഞാൻ. വാ സ്മൈലേ വാ. നിങ്ങളെന്നോട് വേണം. സലാമേ വേണ്ട, സലാമേ വേണ്ട, വേണ്ട. വേണ്ട, ഞാനല്ല ഇവനാ ചെയ്ത്. ഞാൻ നിന്നെ ചോദിച്ചു, ഞാൻ എന്ത് പ്രാവശ്യം. ഇനി നീയൊന്നും ചെയ്യണ്ട, ഞങ്ങൾ ചെയ്തോളാം. അല്ലെങ്കിൽ ബാബയുടെ ആത്മാവ് ഞങ്ങളോട് പോർക്കില്ല. No, not a devil, don't, not an angel, don't, a man with 1,000 faces, don't. Hey, 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 വേഗം നടക്കണം അങ്ങോട്ട്. എന്താന്ന് പരും കളിക്കുന്നത്? കേറി നടക്കാം. അല്ല അത് സാറേ ഉണ്ണികൃഷ്ണൻ എവിടാ? നിന്റെ കൂടെ പറമ്പ് ഉണ്ണികൃഷ്ണൻ. എന്താടാകുന്ന അണിഞ്ഞിരിക്കുന്നത്? സാറേ നീ ഇപ്പൊ എവിടെ വരുന്നത്? സാറേ നല്ല ചൂടല്ലേ, ഞാൻ അപ്പുറത്തെ തോട്ടി കൂടി നടക്കണ വരിയില്ലേ?